വെൽക്കം ഫോക്സ്. അങ്ങനെ നമ്മൾ പുതിയൊരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീരീസിൻ്റെ പേരെന്നത് ടാക്സേഷൻ സീരീസ് എന്ന് തന്നെയാണ്. ഇക്വിറ്റി ടാക്സേഷൻ, FNO ടാക്സേഷൻ, ഫോറക്സ് ടാക്സേഷൻ, ക്രിപ്റ്റോ ടാക്സേഷൻ എന്നീ 4 പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ ഓരോ സെഷൻസ് റിലീസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഇക്വിറ്റി ടാക്സേഷൻ ആണ്. ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന പലർക്കും പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാം. എന്നാൽ ആ പ്രോഫിറ്റിന് എത്ര ടാക്സ് കണക്കാക്കണമെന്നോ അതുപോലെ ഇൻകം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ, റിട്ടേൺ ഏത് രീതിയിൽ ഫയൽ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നത് തന്നെയാണ് റിയാലിറ്റി. ടാക്സിൽ ഒരു അഗ്രഗണ്യനാവാനൊന്നും ഇവിടെ ആരും പറയുന്നില്ല. എന്നാൽ ഒരു കുറച്ച് ബേസിക് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതില്ലേ? ചോദ്യം ഇത് കേൾക്കുന്ന നിങ്ങളോട് തന്നെയാണ്. ക്ലാരിറ്റി കുറവില്ലേ? ഈ ഒരു ക്ലാരിറ്റി കുറവ് എന്നാൽ കഴിയുന്ന രീതിയിൽ കുറച്ചുകൊണ്ട് ടാക്സേഷൻ പ്രോസസ്സിൽ വ്യക്തത കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഈ ഒരു വോൾ സീരീസിൻ്റെ ദൗത്യം എന്നത്. സോ കഴിഞ്ഞ 5 വർഷമായി എൻ്റെ ITR ഫയലിംഗ് അതുപോലെ എനിക്ക് എക്സലൻ്റ് അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന FinX1 എന്ന കൺസൾട്ടൻസിയെ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നും തന്നെയല്ല. എനിക്ക് കിട്ടുന്ന ഒരു എക്സലൻറ്റ് സർവീസ് നിങ്ങൾക്ക് കിട്ടണം എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ധൈര്യപൂർവ്വം ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ITR ഫയലിംഗ്, GST ഫയലിംഗ് അതുപോലെ ടാക്സ് റിലേറ്റഡ് എൻക്വയറീസിനായിട്ട് ബന്ധപ്പെടാൻ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് കൂടി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പോയിട്ട് ചെക്ക് ചെയ്യുക. കൂടാതെ വൺ മോർ തിങ്, ടാക്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഏതൊരു ഡൗട്ട്സും നിങ്ങൾക്ക് അവരോട് വാട്സപ്പ് ത്രൂ തന്നെ ചോദിക്കാം, മനസ്സിലാക്കാം, പഠിക്കാം. ജസ്റ്റ് നമ്മളുടെ ചാനലിൻ്റെ നെയിം ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. സോ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കിട്ടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇൻട്രൊഡക്ഷൻ വലിച്ചു നീട്ടാതെ നിങ്ങളുടെ പ്രസൻസ് ഒരു പ്രസൻ്റായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സീരിയസ് ആയിട്ടുള്ള വ്യക്തി പറയുന്ന സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സെഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് കോർ കോണ്ടന്റ് വൈസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ദൗത്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വിറ്റി ടാക്സേഷൻ ആണ്. ഇക്വിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തെല്ലാം സെഗ്മെൻറ്റ്സ് ഉണ്ട്? ഇക്വിറ്റി ഇൻട്രാഡേ ഉണ്ട്, ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, ലോങ് ടേം ഇക്വിറ്റി ഉണ്ട്. നമ്മൾ ഇക്വിറ്റി ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ബൈ ആൻഡ് സെൽ ഷെയർസ് ഓൺ ദ സെയിം ഡേ ആണ്. അതായത് എന്താണ്? നമ്മളൊരു ഷെയർ വാങ്ങുന്നു, വിൽക്കുന്നു, അത് ഒരു ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട്, അതായത് ആ ഒരു മാർക്കറ്റ് ഹവേഴ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഇക്വിറ്റി ഇൻട്രാഡേ ആണ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോൾഡ് ഷെയർസ് ഫോർ എ ഫ്യൂ ഡേയ്സ് ടു മന്ത് ആണ്. ഫ്യൂ ഡേയ്സോ ഫ്യൂ മന്ത്സോ നമ്മൾ വാങ്ങിയ ഷെയർസ് നമ്മൾ ഡിമാറ്റിൽ ഹോൾഡ് ചെയ്ത് ആ ഒരു ഫ്യൂ ഡേയ്സോ മന്ത്സോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതൊരു ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ള സെഗ്മെൻറ്റിലായിരിക്കും വരുന്നത്. ഇനി ലോങ് ടേം ഇക്വിറ്റി പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മളൊരു ഷെയർ വാങ്ങി ഒരു കൊല്ലത്തിന് മുകളിൽ മോർ ദാൻ 1 ഇയർ ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം ഇക്വിറ്റി പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും വരിക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? ഇക്വിറ്റി ഇൻട്രാഡേ ടാക്സേഷൻ. സെക്കൻഡായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് ടാക്സേഷൻ. തേർഡ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത്, ഫൈനലായിട്ട് പഠിക്കുന്നത് ലോങ് ടേം ഇക്വിറ്റി ടാക്സേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഈ ഇക്വിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, ലോങ് ടേം ട്രേഡിംഗ് എന്നുള്ള ഈ 3 സെഗ്മെൻറ്റും ടാക്സേഷന് ഡിഫറെൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കോർ കോണ്ടന്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇക്വിറ്റി ടാക്സേഷനിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കീ ടാക്സ് കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 5 ഹെഡ്സ് ഓഫ് ഇൻകം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ITR ഫോംസ് ഓവർവ്യൂ, തേർഡ് വൺ എന്ന് പറയുന്നത് ടാക്സ് ലാബ്സ് ആൻഡ് എക്സംഷൻസ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് നേരെ സ്ലൈഡിൽ പോയിട്ട് തന്നെ നോക്കാം. അങ്ങനെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റിൽ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കീ ടാക്സേഷൻ കോൺസെപ്റ്റ് ആണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്നുള്ളത്. അതായത് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊരു ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ താഴെ പറഞ്ഞിട്ടുള്ള 5 ഹെഡുകളിൽ ഏതെങ്കിലും ഒന്നിലേക്കായിരിക്കും ആ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും ആ ഒരു ഇൻകം വരുന്നത്. ഏതൊക്കെയാണ് നമ്മളുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാലറി ആണ്, സെക്കൻഡ് ഹെഡ് എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി ആണ്,
തേർഡ് ഹെഡ് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആണ്. ഫോർത്ത് ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. ഫിഫ്ത്ത് ഹെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് അതർ സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സാലറി ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകം ഫ്രം എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് എന്താണ്? ഇൻകം ഫ്രം എ ജോബ്. നമ്മളൊരു ജോലി ചെയ്തും കൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മളുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ സാലറി എന്ന് പറഞ്ഞ ഹെഡിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അത് നമ്മളുടെ മന്ത്ലി സാലറി, ബോണസ്, എലവൻസ് ഒക്കെ ആകാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ സാലറി കഴിഞ്ഞ് ഇനി എന്താണ്? ഹൗസ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇൻകം ഫ്രം റെൻഡറിങ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇൻകം ഫ്രം റെൻഡറിങ് ഔട്ട് എ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്താണ്? റെൻറ്റ് റിസീവ്ഡ് ഫ്രം എ ഹൗസ് ഓർ ബിൽഡിംഗ്. നമുക്ക് റെൻ്റലായിട്ട് കൊടുക്കാനായിട്ട് ഒരു ഹൗസോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെൻ്റൽ ഇൻകം ആണ് നമ്മളുടെ ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ആ ഒരു ഹെഡിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആണ്. അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് ആണ്. അതായത് എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷണൽ വർക്കാണ്. അതായത് നമുക്കൊരു സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ഓക്കെ, നമ്മൾ ഫ്രീലാൻസ് ഇൻകം, നമ്മളൊരു പ്രൊഫഷനാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീസ്, അങ്ങനെ ഒരു ബിസിനസ്സും പ്രൊഫഷണലുമായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം ഉണ്ടല്ലോ, അത് നമ്മളുടെ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡിലേക്കായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും ആ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. അതായത് പ്രോഫിറ്റ് ഫ്രം സെല്ലിംഗ് അസറ്റ്സ് സച്ച് ആസ് ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് ഓർ പ്രോപ്പർട്ടീസ് ആണ്. അതായത് പ്രോഫിറ്റ് ഫ്രം സെല്ലിങ് എ ക്യാപിറ്റൽ അസറ്റ്. നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഒരു വീട് വിൽക്കുന്നതാവാം, ഒരു ലാൻഡ് വിൽക്കുന്നതാവാം, നമ്മൾ ഹോൾഡ് ചെയ്ത ഷെയർ വിൽക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നതാവാം. അങ്ങനെ വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മളുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിൽ നമുക്ക് STCG യും LTCG യും ഉണ്ട്. എന്താണ്? STCG എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും LTCG എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ്. അത് ഞാൻ ഇവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നമുക്ക് വരുന്ന സ്ലൈഡുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ലാസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് അതർ സോഴ്സുകളാണ്. ഓക്കെ, അതർ സോഴ്സുകളാണ്. ഈ അതർ സോഴ്സ് ഓഫ് ഇൻകംസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, ഇതൊക്കെയാണ് ലോട്ടറി, ഇതൊക്കെയാണ് അതർ സോഴ്സ് എന്ന് പറയുന്നത്. അതർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻകം നോട്ട് കവേർഡ് അണ്ടർ ദ എബോ ഹെഡ്സ്. അതായത് മുകളിലുള്ള ആ ഒരു ഹെഡിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ചില ഇൻകംസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മളുടെ അതർ സോഴ്സിലേക്ക് വരുന്നത്. അതായത് ബാങ്കിൽ നിന്ന് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ്, സ്റ്റോക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻസ്, വിന്നിങ് ലോട്ടറിയിൽ നിന്ന് വരുന്ന ഇൻകം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അതർ സോഴ്സ് എന്ന ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റിലെ ഫസ്റ്റ് കീ ടാക്സേഷൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരുന്നത് മനസ്സിലായല്ലോ. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സസ്. ഇതാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം കോൺസെപ്റ്റ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മളുടെ രണ്ടാമത്തെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ITR ഫോംസ് ഓവർവ്യൂ. എന്താണ് ഈ ITR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ. അതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് റിപ്പോർട്ട് ചെയ്യുകയാണ്, എൻ്റെ ഇൻകം ഇത്രയാണ്. ഓക്കെ, ഇനി ITR ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ITR നമ്മൾ ടാക്സ് ഗവൺമെൻറ്റിനോട് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, എൻ്റെ ഇൻകം ഇത്രയാണ്, എൻ്റെ ടാക്സബിൾ ഇൻകം ഇത്രയാണെന്ന് കാണിക്കുന്നതാണ് നമ്മളുടെ ITR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത് ITR ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ITR ഫോം എന്ന് പറയുന്നത്. ITR ഫോം 4 എണ്ണം ഉണ്ട്. ITR 1, ITR 2, ITR 3, ITR 4. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ITR 1ലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച 5 ഇൻകം ഉണ്ടല്ലോ, അതായത് ഫൗണ്ടേഷൻ കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ച 5 ഹെഡ്സ് ഓഫ് ഇൻകം, അതിൽ ITR 1ൽ വരുന്ന ഇൻകംസ് ആണ് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ്. നമ്മളുടെ ബിസിനസ് ആൻഡ് പ്രൊഫഷനും ക്യാപിറ്റൽ ഗെയിൻസും ഈ ITR 1ൽ ഇല്ല. അതായത് നിങ്ങളുടെ ഇൻകം സാലറി ത്രൂ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി, അതുപോലെ അതർ സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താ? ബാങ്കിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, ലോട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ ഈ 3 കാര്യങ്ങൾ, ഈ ഫസ്റ്റത്തെ 3 ഹെഡുകൾ, അതായത് സാലറി, ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി, അതുപോലെ അതർ സോഴ്സസ്, ഈ 3 എണ്ണത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇൻകം വരുന്നതെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ITR 1 ആണ്. ഓക്കെ, ഇതിൽ ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ വരുന്ന ഇൻകം ഇൻക്ലൂഡ് അല്ല, നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻസിൽ വരുന്ന ഇൻകം ഇൻക്ലൂഡ് അല്ല. ഇതിലാകെ വരുന്നത് 3 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണ്: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ അതർ സോഴ്സുകൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ITR 2 ആണ്. ITR 2ൽ എന്താണ്? സാലറി വരും, ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി വരും, അതർ സോഴ്സ് വരും, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസും വരും. ഇതിലെന്താണ്? ഇതിൽ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇല്ല. അപ്പോൾ ITR 2
സെലക്ട് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? സാലറി ഉള്ള ആളുകൾ, അതുപോലെ ഹൗസ് ആൻഡ് റെൻ്റൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ഇൻകം വരുന്ന ആളുകൾ, അതർ സോഴ്സുകൾ, അതായത് നമ്മളുടെ ബാങ്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, അങ്ങനെ വരുന്ന ആളുകൾ, പിന്നെ അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ, നമ്മൾ വീട് വിറ്റും കൊണ്ട് അന്നത്തെ ഒരു കൊല്ലം ഉണ്ടാക്കിയ ആ ഒരു പ്രോഫിറ്റ് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഷെയർസ് സെല്ല് ചെയ്ത്, മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്ത് അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്ന ആളുകളൊക്കെയാണ് ITR2 സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ITR2 എന്ത് ഇൻക്ലൂഡ് അല്ല? ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഇൻക്ലൂഡ് അല്ല. ഓക്കെ, ഇനി ITR3 എന്താണ്? ITR3 എല്ലാ കാര്യം വരും. ഓക്കെ, സാലറി, ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി, അതർ സോഴ്സ്, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, അപ്പോൾ ITR1 എന്തൊക്കെയാണ്? ITR1 ഈ 5 ഹെഡിൽ 3 ഹെഡിൽ നിന്ന് വരുന്ന ഇൻകംസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ITR1 ആണ്. ITR2 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകംത്തിൽ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ വെച്ച് ബാക്കിയുള്ള എല്ലാ ഇൻകം സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ ITR2 ആയിരിക്കും. ITR3 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും നിങ്ങൾക്ക് ഇൻകം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR3 ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ITR4 ഉണ്ട്. ഈ ITR4 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ്, പിന്നെ പ്രിസെംറ്റീവ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ട്. ഓക്കെ, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. അതായത് സിമ്പിളാണ്, ഇത് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കേണ്ട, സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മളുടെ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു നിരക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ റവന്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റവന്യൂ കണക്കാക്കുന്ന ഒരു സ്കീമാണ് ആക്ച്വലി പ്രിസെംറ്റീവ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതായത് ചെറുകിട ബിസിനസ് ഓണേഴ്സ്, അതായത് ചെറിയ രീതിയിൽ പ്രൊഫഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു സ്കീമാണിത്. ഇതിൽ ബിസിനസ് ആൻഡ് പ്രൊഫഷനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസും വരില്ല. ഓക്കെ, അപ്പോൾ ITR4 നമ്മളുടെ സെയിമാണ്. ഏതുപോലെ സെയിം? നമ്മളുടെ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ്, അതായത് നമ്മളുടെ ITR1 പോലെ തന്നെ, പക്ഷെ അതിൽ പ്രിസെംറ്റീവ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റ് കൂടി വരുന്നുണ്ട്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ എന്താണ് ITR നിങ്ങൾക്ക് മനസ്സിലായി? ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. ITR ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരെ അറിയുകയാണ് എനിക്ക് ഇത്രത്തോളം ഇൻകം വരുന്നുണ്ട്, ഡിഡക്ഷനുണ്ട്, ടാക്സബിൾ ഇൻകം ഉണ്ട്. അത് നമ്മളുടെ ഇൻകം സോഴ്സ് അനുസരിച്ചിട്ട് നമ്മൾക്ക് പലതരത്തിലുള്ള ITR ഫോംസ് ആയിരിക്കും. അതിൽ ITR1 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ സാലറി, ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി, അതർ സോഴ്സ് ഓഫ് ഇൻകംസ്, ഇങ്ങനെ വരുന്നതെല്ലാം നമ്മളുടെ ITR1 വരുന്നത്. ITR2 എന്താണ്? നമ്മളുടെ ഈ 5 സോഴ്സ് ഓഫ് ഇൻകംസിൽ, 5 ഹെഡ്സ് ഓഫ് ഇൻകംസിൽ നമ്മളുടെ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ ITR2 വരും. ITR3 നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതിൽ എല്ലാം വരും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ മാത്രമായിട്ട് ഇൻകം ഉള്ള ഒരാൾ, അതായത് അയാളുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എടുക്കേണ്ട ITR ഫോം ഏതാണ്? ITR3 ആണ്. കാരണം ITR1 ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇല്ല, അതുപോലെ ITR2 ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇല്ല, ITR4 ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇല്ല. ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഉള്ളത് ITR3 അപ്പോൾ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഹെഡിൽ വരുന്ന ഇൻകം വരുന്ന ആളുകളെല്ലാം ഏതിലായിരിക്കും? ITR3 ഓക്കെ, അപ്പോൾ എന്താണ് ITR, എന്താണ് ITR ഫോം എന്നുള്ള ഒരു പ്രോപ്പർ ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റും സെക്കൻഡ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റും നല്ല വൃത്തിക്ക് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിരുന്ന തേർഡ് ആൻഡ് ഫൈനൽ ഫൗണ്ടേഷൻ കോൺസെപ്റ്റാണ് ടാക്സ് സ്ലാബ്സ് ആൻഡ് എക്സംഷൻസ്. ഓക്കെ, ടാക്സ് സ്ലാബാണ് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിള്. അതുപോലെ എക്സംഷൻസ് ആണ് ഞാനിത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സംഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇളവുകൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എക്സംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടാക്സ് സ്ലാബാണ് ഞാൻ നോക്കുന്നത്. ഈ ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് ന്യൂ ടാക്സ് റെജീം അനുസരിച്ചിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് സ്ലാബ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ടാക്സബിൾ ഇൻകം കാണാം, ടാക്സ് റേറ്റ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ് ടു 4 lakh വരെ നമുക്ക് നില്ലാണ്. അതായത് നിങ്ങളുടെ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ NILL നില്ല് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1 രൂപ പോലും കൊടുക്കണ്ട. ഇനി നിങ്ങളുടെ വാർഷിക വരുമാനം 4,01,000, അതായത് 4 ലക്ഷം വരെ അടയ്ക്കേണ്ട, 4,01,000 to 8 ലക്ഷം വരെ ആണെങ്കിൽ നിങ്ങൾ 5% ടാക്സ് അടയ്ക്കണം. ഇനി 8,01,000 to 12 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇൻകം, അല്ലെങ്കിൽ അതായത് 8,01,000 തൊട്ട് 12 ലക്ഷം അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ 10% ടാക്സ് അടയ്ക്കണം.
12,01,000 ടു 16 ലക്ഷം ആണെങ്കിലോ നിങ്ങൾ 15%, അതായത് 15% അടയ്ക്കണം. ഇനി 16,01,000 ടു 20 ലക്ഷം വരെയാണെങ്കിൽ 20% അടയ്ക്കണം. ഓക്കെ, 20,01,000 ടു 24 ലക്ഷം വരെയാണെങ്കിൽ നിങ്ങൾ 25% ടാക്സ് അടയ്ക്കണം. ഇനി 24 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ 24,01,000 ടു മുകളിലേക്കാണെങ്കിൽ നിങ്ങൾ 30% ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം 4 ലക്ഷത്തിൻ്റെ ഫിഗേഴ്സാണ്. കണ്ടോ, എല്ലാം എന്താണ്, 4 ലക്ഷത്തിൻ്റെ ഫിഗേഴ്സാണ്. ഓക്കെ, അപ്പോൾ ടാക്സബിൾ ഇൻകം ഓരോ സ്ലാബിലും 4 ലക്ഷം രൂപയുടെ ആ ഒരു ഡിഫറൻസിലാണ് പോകുന്നത്. അതുപോലെ ടാക്സ് റേറ്റ് എല്ലാം 5 വെച്ചിട്ടാണ് എല്ലാത്തിനും കൂട്ടിയിട്ടുള്ളത്. കണ്ടോ, 5, 0 to 5 ഡിഫറൻസ് 5, 10 to 5 ഡിഫറൻസ് 5, 10 to 15 ഡിഫറൻസ് 5, 15 to 20 5, 20 to 25 5, 25 to 30 എത്രയാണ്, 5. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും പല രീതിയിലാണ് ഈ ഒരു ടാക്സ് ലാബ്സ് റീഡ് ചെയ്യുന്നത്. അതിൽ മെയിൻ കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ 9 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ടാക്സ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ എങ്ങനെയാണ് ആളുകൾ നോക്കുക? 9 വരുന്നത് ഏതിൻ്റെ അണ്ടറിലാണ്? ഇതിൻ്റെ അണ്ടറിലാണ്. കണ്ടോ, 8 to 12 അതിൻ്റെ ഇടയിലല്ലേ 9 വരുന്നത്. അപ്പം നമ്മൾ നേരെ 10% ആയിരിക്കണം ടാക്സ് അടയ്ക്കേണ്ടത്. ഇതാണ് മെയിൻ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എന്താണ്, ഒരു എക്സാമ്പിൾ ത്രൂ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ പറയുന്നതിന് മുന്നോടിയായിട്ട് ആ എക്സാമ്പിളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട എക്സംഷൻസും കൂടി ഞാൻ പറയുകയാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനത്തിൽ 75,000 രൂപയുടെ ഒരു ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അതായത് നിങ്ങളുടെ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ സാലറീഡ് ആയിട്ട് കാണിക്കേണ്ടത് 4 ലക്ഷം അല്ല, എത്രയാണ് വരിക, 3,25,000 രൂപ കാണിച്ചാൽ മതി. അതായത് നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയിൽ 75K കിട്ടും. ഓക്കെ, അത് നമ്മളുടെ ഒരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം, ഇത് നമ്മൾ പറഞ്ഞു, ഇനി നിങ്ങളുടെ വാർഷിക വരുമാനം 12 ലക്ഷമോ അതിൽ കുറവോ ആണെങ്കിൽ നമുക്ക് 60,000 രൂപ നമുക്ക് എന്ത് കിട്ടും, ടാക്സ് റിബേറ്റ് കിട്ടും. അതായത് എന്താണ് ഈ ടാക്സ് റിബേറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട്, ഓക്കെ, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇളവിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. അതായത് 12 ലക്ഷം രൂപ ആണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് 60,000 രൂപയായിരിക്കും. ആ 60,000 രൂപ ഒരു റിബേറ്റ് കിട്ടും. അപ്പം നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് ഒരു ഇളവ് തരുന്നുണ്ട് 60,000. അപ്പോൾ 60,000 റിബേറ്റ് പോയാൽ പിന്നെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. അതാണ് എന്ത് പറയുന്നത്, നമുക്ക് ടോട്ടൽ ടാക്സബിൾ ഇൻകം 12 ലക്ഷം വരെ ആണെങ്കിൽ നമുക്ക് റിബേറ്റ് വഴി ആ ടാക്സ് അങ്ങോട്ട് ഒഴിവാക്കാം. ഓക്കെ, 12 ലക്ഷമോ അതിന് താഴെയാണോ നിങ്ങളുടെ ഇൻകം എങ്കിൽ മാത്രം, ഓക്കെ, നിങ്ങളുടെ ഇൻകം, അതുകൊണ്ട് തന്നെ നോ ടാക്സ് ലയബിലിറ്റി അപ് ടു നമ്മളുടെ ടാക്സബിൾ ഇൻകം വരുന്നത് 12 ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് 12 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ട ആൾക്ക് ടാക്സബിൾ ഇൻകം ആയിട്ട് 60,000 രൂപ വരും. പക്ഷെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു എക്സംഷൻ ഉണ്ട്, 60,000 രൂപ എന്തുണ്ട്, റിബേറ്റ് ഉണ്ട്. അപ്പം നമ്മളുടെ ആ റിബേറ്റ് കൂടി നമ്മളൊന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 0 ടാക്സബിൾ ഇൻകം ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഇനി 12 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ റിബേറ്റ് കിട്ടില്ല. ഈ റിബേറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ വാർഷിക വരുമാനം 12,01,000 ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിബേറ്റ് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ആളുകൾ, അതായത് 12 ലക്ഷത്തിന് മുകളിൽ ആണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ ടാക്സിന് പുറമെ 4% സെസ് അടയ്ക്കണം. സെസ് മീൻസ് എന്താണ്, നമ്മൾ ഹെൽത്തിലേക്കും എഡ്യൂക്കേഷനിലേക്കും വേണ്ടിയുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. അത് ടാക്സബിൾ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ആണ് സെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 7 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് വിചാരിക്കുക. ഓക്കെ, 7 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 7 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം എങ്കിൽ, ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, 7,75,000. ഓക്കെ, നമുക്ക് എന്താണ് ആ ഒരു എക്സാമ്പിൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 7,75,000 രൂപയാണ് ആക്ച്വലി നിങ്ങളുടെ വാർഷിക വരുമാനം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോട്ടൽ ഇൻകത്തിൽ നമ്മളുടെ സാലറി മാത്രമുള്ള ആളെ കാര്യമാണ് ഞാൻ പറയുന്നത്. 7,75,000 ആണ് അയാളുടെ വാർഷിക വരുമാനം എങ്കിൽ ഇവിടെ നോക്കൂ, കീ എക്സംഷൻസ് ആൻഡ് ബെനിഫിറ്റിൽ 75,000 രൂപ അങ്ങ് കുറഞ്ഞു കിട്ടി. കണ്ടോ,
7,70,50,000 അയാളുടെ ആ ഒരു എക്സംഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് കുറച്ച് കിട്ടി. ഇപ്പം എത്രയേ വരുന്നുള്ളൂ? 7 ലക്ഷം രൂപയെ ടാക്സബിൾ ആയിട്ടുള്ള സാലറി ഇൻകം വരുന്നുള്ളൂ. ഓക്കെ, ടോട്ടൽ സാലറി ഇൻകം അല്ല, അതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ മൈനസ് ചെയ്തു 75,000. ഇപ്പം ടാക്സബിൾ ആയിട്ട് വരുന്നത് 7 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ 7 ലക്ഷം രൂപ ആകുമ്പോൾ നമ്മൾ സ്ലാബ് റേറ്റിൽ എങ്ങനെയാണ് നോക്കേണ്ടത്? ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്തടയ്ക്കണ്ട? നമുക്ക് ടാക്സ് അടയ്ക്കണ്ട. കാരണം എന്താണ്? ആദ്യത്തെ 4 ലക്ഷത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കണ്ട. ഇനി അയാളുടെ ആ 7 ലക്ഷത്തിലേക്ക് ഇനി എത്ര ബാക്കിയുണ്ട്? 3 ലക്ഷമാണ്. ആ 3 ലക്ഷം ഈ സെക്കൻഡ് സ്ലാബിലായിരിക്കും വരിക. അപ്പോൾ എന്താണ്? നമ്മൾ 3 ലക്ഷത്തിൻ്റെ 5% ടാക്സ് അടയ്ക്കേണ്ടി വരിക. അതായത് എന്താണ്? 3 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 1,500 രൂപ. ഓക്കെ, 1,500 രൂപയാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 12 ലക്ഷം രൂപയോ അതിന് താഴെയാണോ ടാക്സ് വരില്ല. കാരണം എന്താണ്? നമുക്കിവിടെ 60,000 രൂപ റിബേറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ 1,500 രൂപ റിബേറ്റായി കണക്കാക്കി നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. മനസ്സിലായല്ലോ? ഇനി ടാക്സ് അടയ്ക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാണ്. ഓക്കെ, ഒരാൾക്ക് 13 ലക്ഷം രൂപ ആണ് വാർഷിക വരുമാനം. ഓക്കെ, 13 ലക്ഷം, അതായത് നമ്മളുടെ ഡിഡക്ഷൻ ഒഴിവാക്കിയിട്ടാണ് 13 ലക്ഷം. അതായത് 13,70,50,000 രൂപയാണ് അയാളുടെ വാർഷിക വരുമാനം എന്ന് വിചാരിക്കുക. അയാൾക്ക് എന്ത് കിട്ടും? മറ്റേ ആൾക്ക് കിട്ടിയതുപോലെ 75,000 രൂപ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. ഇപ്പം അയാളുടെ ടാക്സബിൾ ആയിട്ടുള്ള ആ ഒരു സാലറി എന്ന് പറയുന്നത് 13 ലക്ഷമാണ്. ഓക്കെ, 13 ലക്ഷമാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിതാ സ്ലാബിലേക്ക് വരിക. സ്ലാബിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. എത്രയാണ് ടാക്സ്? 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് 4 ലക്ഷം രൂപ, അതായത് നെക്സ്റ്റ് 4 ലക്ഷം രൂപ ഇവിടെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് 4 ലക്ഷം രൂപയ്ക്ക് എന്ത് അടയ്ക്കണം? 5% ടാക്സ് അടയ്ക്കണം. എത്രയാണ്? 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 20,000 രൂപ. ഓക്കെ, 20,000 രൂപ നമ്മളെന്താണ് ഇവിടെ നമുക്ക് സ്ലാബിൽ ടാക്സ് കയറി. ഇനി എന്താണ്? നെക്സ്റ്റ് 4 ലാക്ക് അടുത്ത സ്ലാബിൽ കയറി. ഇപ്പോൾ 12 ലക്ഷം ആയിട്ടേ ഉള്ളൂ. അതിനെത്ര അടയ്ക്കണം? 10% അടയ്ക്കണം. എത്രയായി? 40,000 രൂപ ഇവിടെയായി. ഓക്കെ, ഇനി നമ്മളുടെ ഈ 4ാമത്തെ സ്ലാബിലേക്ക് വരുമ്പോൾ അവിടെ എത്രയായിരിക്കും? വെറും 1 ലക്ഷം രൂപയായിരിക്കും ഈ സ്ലാബിൽ വരിക. കാരണം ആദ്യത്തെ 4 ലക്ഷം രൂപ ഇവിടെ പോയി, നെക്സ്റ്റ് 4 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യയായിട്ട് ഇവിടെ പോയി, നെക്സ്റ്റ് 4 ലക്ഷം റുപ്യ ഈ സ്ലാബിൽ പോയി. ഇനി ആകെ 13 ലക്ഷത്തിലേക്ക് ആകെ 1 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ ആ 1 ലക്ഷം ഈ സ്ലാബിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ 1 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 15,000. ഓക്കെ, എന്താണ്? 15,000 രൂപയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് കാണുന്നത്? 3 അങ്ങ് കൂട്ടുക. 20,000, 40,000, 60,000, 60,000, 15,000 എത്രയാണ്? 75,000 രൂപ. എന്താണ്? 75,000. ഇയാളുടെ വാർഷിക വരുമാനം 12 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് കിട്ടില്ല? ഈ ടാക്സ് റിബേറ്റ് 60,000 രൂപ കിട്ടില്ല. ഇയാൾ എന്ത് ചെയ്യണം? 75,000 ആണ് ഇയാൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്യണം? 75,000 ടാക്സ് അടയ്ക്കണം. പക്ഷേ ഒറ്റ കാര്യമുണ്ട്. എന്താണ്? ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ആൾക്ക് 4% എന്ത് ചെയ്യണം? 4% സെസ് കൂടി പേ ചെയ്യണം. അതായത് 75,000 രൂപയുടെ 75K എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ 4% എന്ന് പറയുമ്പോൾ എത്ര വരും? 70 കൂട്ടോ അല്ല, ഹിൻഡു ചെയ്യൂ. 75,000ൻ്റെ 4% എന്ന് പറയുമ്പോൾ എത്ര വരും? 3,000 രൂപ നമുക്ക് അവിടെ എന്ത് വരും? എഡ്യൂക്കേഷണൽ ആൻഡ് ഹെൽത്ത് സെസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ 75,000ൻ്റെ കൂടെ ആ 3,000 പാടി കൂട്ടുമ്പോൾ 78,000 രൂപയായിരിക്കും ഇയാൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാമ്പിൾ ത്രൂ നിങ്ങൾക്ക് എന്താണ് ടാക്സ് ലാബ് എന്നും എന്താണ് ടാക്സ് എക്സംഷൻസ് എന്നും വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മളുടെ ഈ ഫൈനൽ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് കുറച്ച് എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ 3 ഫൗണ്ടേഷൻ കോൺസെപ്റ്റും മനസ്സിൽ വെച്ചിട്ടാവണം ഇനി നമ്മൾ മുകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ലൈഡുകളിലേക്കായിട്ട് പോകേണ്ടത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ തുടർന്ന് വീഡിയോ കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒട്ടനവധി ട്രേഡിംഗ് കോഴ്സുകൾ സീരീസ് ആയിട്ട് തന്നെ നമ്മൾ പ്ലേലിസ്റ്റുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് പെയ്ഡ് മെമ്പേഴ്സിനായിട്ടുള്ള പ്ലേലിസ്റ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമാവാൻ ജസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മാത്രം മതി. ഹോം പേജിൽ പോവുക, ജോയിൻ ചെയ്യുക. കഴിയുന്നതും എല്ലാ പ്ലേലിസ്റ്റുകളും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. കൂടാതെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒരു ലൈക്കും, നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് ജേർണിയുടെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. താങ്ക് യു. മനസ്സിലാക്കി.
അങ്ങനെ നമ്മൾ നമ്മളുടെ 3 ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും കോർ കോണ്ടന്റിലേക്ക് വരികയാണ്. ഒന്നുകൂടി പറയാണ്, നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വിറ്റി ടാക്സേഷൻ ആണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻട്രാഡേ ഇക്വിറ്റി ടാക്സേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്താണ് ഇൻട്രാഡേ ഇക്വിറ്റി ടാക്സേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ആൻഡ് സെൽ ഷെയർസ് ഓൺ ദ സെയിം ഡേ ആണ്. നമ്മൾ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് ആ മാർക്കറ്റ് ടൈം, ഓക്കെ, ഇപ്പോൾ 5 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ആ ഒരു 6-6.25 മണിക്കൂർ ആ ഒരു മാർക്കറ്റ് ടൈമിൻ്റെ ഉള്ളിൽ വാങ്ങുന്നു വിൽക്കുന്നു, ഇതൊക്കെ എന്തിൻ്റെ അണ്ടറാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളുടെ എന്തിൻ്റെ അണ്ടറിലായിരിക്കും വരിക? ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതായത് നമ്മളുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റിൽ പറഞ്ഞ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ഓക്കെ, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന ആ ഒരു ഇൻകം ഹെഡിൻ്റെ ഉള്ളിൽ സ്പെക്കുലേഷൻ ഇൻകം അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഇൻകം എന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. അതായത് അപ്പം നമ്മൾ പറയണം, ഇൻട്രാഡേ പ്രോഫിറ്റ്, നിങ്ങൾ ഇൻട്രാഡേ എന്ന് ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റ് എന്തിൻ്റെ അണ്ടറിലാണ് പോകുന്നത്? ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ആ ഹെഡിൻ്റെ ഉള്ളിൽ സ്പെക്കുലേറ്റീവ് ഇൻകം കാറ്റഗറിയിലേക്കായിരിക്കും ആ ഒരു പ്രോഫിറ്റ് പോകുന്നത്, ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻട്രാഡേനെ സ്പെക്കുലേറ്റീവ് ഇൻകം അല്ലെങ്കിൽ ഇതൊരു സ്പെക്കുലേഷൻ ആണെന്ന് പറയുന്നത്? അത് ഇൻറ്റൻഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ആണ്. അതായത് എന്താണ്, നമ്മൾ ഷോർട്ട് ടേമിലേക്കും അല്ല നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, നമ്മൾ ലോങ് ടേമിലേക്കും അല്ല, നമ്മൾ ആ ഒരു വാങ്ങുന്നു വിൽക്കുന്നു ആ ഒരു ദിവസത്തിനുള്ള, അതുകൊണ്ടാണ് അതിനൊരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. അത് ഏത് ഹെഡ് ഓഫ് ഇൻകത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്? നമ്മളുടെ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെക്കുലേറ്റീവ് ഇൻകം കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് സ്പെക്കുലേറ്റീവ് ഇൻകം എന്ന് പറയുന്നത്? അത് ഇൻറ്റൻഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് വൺ നമ്മൾ പഠിച്ച ITR ഫോം ആൻഡ് ഓവർവ്യൂ, അതിൽ നോക്കുകയാണെങ്കിൽ ഏത് ITRലാണ് വരുന്നത്? സിമ്പിളാണ്, ITR 3യിലാണ് വരുന്നത്. കാരണം എന്താണ്, ITR 3യിലാണ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഉള്ളത്. ഓക്കെ, ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ നിന്നുള്ള ആ ഒരു ഹെഡ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ആ ഹെഡ് ഓഫ് ഇൻകം വരുന്നത് ITR 3യിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റി ഇൻട്രാഡേന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഒരു ആനുവലി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഏതാണ്? ITR 3 ആണ്. കാരണം ITR 3യിലാണ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന ആ ഒരു ഹെഡ് ഉള്ളത്. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് നോക്കുക, ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു, അതായത് ഈ ഒരു ഇൻട്രാഡേയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിന് ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല. അതാണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ടാക്സ്ഡ് ആസ് പെർ യുവർ ഇൻകം സ്ലാബ്സ് റേറ്റ് ആണ്. അതായത് നിങ്ങളുടെ മെയിൻ ഇൻകത്തിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യപ്പെടും. നിങ്ങൾ സാലറി വാങ്ങുന്ന ഒരാളാണ്, നിങ്ങൾ ഇൻട്രാഡേയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ടോട്ടൽ ഇൻകം ആയിട്ടായിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ആഡഡ് ടു യുവർ ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, ഇനി ഇൻട്രാഡേ ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ലോസിന് ടാക്സ് അടയ്ക്കേണ്ട, പകരം ആ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത 4 കൊല്ലത്തിലേക്ക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, നിങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാക്കുന്ന ഇൻട്രാഡേ പ്രോഫിറ്റിൽ നിന്ന് ആ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പല ആളുകളും എങ്ങനെയാണ്, ഒരു കാരണവശാലും എന്താണ്, ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ആ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ്. നമുക്ക് 4 ഇയേഴ്സ് വരെ, അപ് ടു 4 ഇയേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ആ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഇൻട്രാഡേ പ്രോഫിറ്റ് ഈ ഒരു ലോസ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ഇക്വിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന ഹെഡിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇതൊരു സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ഇൻറ്റൻഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ആയതുകൊണ്ടാണ്. ഇത് ഏത് ഫോമിലാണ്? ITR 3യിലാണ്. കാരണം എന്താണ്, ITR 3 എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആണ്. ആ ഒരു ഹെഡ് ITR 3യിലാണ് വരുന്നത്. അതുപോലെ ഇതിനൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ടാക്സ് റേറ്റോ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഇൻട്രാഡേ പ്രോഫിറ്റ് എന്നുള്ളത് അത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്ലാബ് റേറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ടാക്സബിൾ ഇൻകം നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രാഡേ ലോസ് ആണെങ്കിൽ ദർ ഈസ് നോ ടാക്സ്. അതുപോലെ നിങ്ങൾക്ക് ഇൻട്രാഡേ ലോസ് അപ് ടു 4 ഇയർ വരെ, ഓക്കെ, നിങ്ങൾക്ക് 4 ഇയർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇൻട്രാഡേ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻട്രാഡേ പ്രോഫിറ്റ് നിന്ന് ഇത് കുറച്ചിട്ട് പേ ചെയ്താൽ മതി. അതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ ഇനി നമുക്ക് എന്താണ്, ഇൻട്രാഡേ ഇക്വിറ്റി ടാക്സേഷൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ന്യൂ ടാക്സ് റെജീം, നമ്മളുടെ ആ ടാക്സ് സ്ലാബ്സ് ആൻഡ് എക്സംഷൻസിൻ്റെ ബേസിൽ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സാധാരണക്കാരൻ ഇൻട്രാഡേയിൽ നിന്നുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബിഗ് ഷാർക്സ് പോയിന്റ് ഓഫ് വ്യൂയിലും കാര്യങ്ങളും ഒന്നല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഇൻകം ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇൻകം ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക്
6,00,000 രൂപ വാർഷിക വരുമാനമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ നിങ്ങൾ 6,00,000 രൂപ നിങ്ങൾക്ക് മാസം ഉണ്ടാക്കുന്നുണ്ട്. അതായത് മന്ത്ലി 50,000 രൂപ 50,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 6,00,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു കൊല്ലം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന സാലറീഡ് ഇൻകം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതർ ഇൻകം. നിങ്ങൾക്ക് അതർ ഇൻകം നിങ്ങൾക്കുണ്ട്. ആ ഇൻകം എന്താണ്? ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റും അതുപോലെ നിങ്ങൾ കുറച്ച് സ്റ്റോക്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിവിഡൻറ്റും കൂട്ടിയിട്ട് കൊല്ലം ഒരു 50,000 രൂപ. ഓക്കെ, 50,000 രൂപ നിങ്ങൾക്ക് ആ ഒരു ഇൻകം ഉണ്ട് എന്ന് വിചാരിക്കുക. അടുത്തത് നിങ്ങൾക്ക് ഇൻട്രാഡേ, നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്തിട്ട് ഒരു 1,50,000 രൂപയും നിങ്ങൾക്ക് എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 ഇൻകം, നിങ്ങൾക്ക് 3 സ്ട്രീംസ് ഓഫ് ഇൻകം ഉണ്ട്. സാലറിയിൽ നിന്ന് വരുന്നുണ്ട്. മാസം 50,000 രൂപ വെച്ചിട്ട് കൊല്ലം 6,00,000 രൂപ വരെ നിങ്ങൾക്ക് സാലറിയുടെ ഇൻകം ഉണ്ട്. അതർ ഇൻകം ആയിട്ട് ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബോണ്ടിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, അങ്ങനെയുള്ള അത് കുറച്ച് അതർ ഇൻകംസ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 50,000 രൂപ നിങ്ങൾക്ക് കൊല്ലം വരുന്നുണ്ട്. അതുപോലെ ഇൻട്രാഡേ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു കൊല്ലം ഉണ്ടാക്കിയ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ടാക്സബിൾ സാലറി ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 6,00,000 രൂപയാണ് നമ്മുടെ സാലറി. അതിൽ നിന്ന് ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നമ്മൾ തൊട്ട് മുമ്പ് ഫൗണ്ടേഷനിൽ പറഞ്ഞല്ലോ, 75,000 രൂപ നിങ്ങൾക്ക് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും, അല്ലെങ്കിൽ കിട്ടിയേ തീരൂ. ഓക്കെ, 6,00,000 നിന്ന് 75,000 പോയാൽ നിങ്ങളുടെ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 5,25,000 രൂപയേ ഉള്ളൂ. 5,25,000 ഉള്ളൂ. നിങ്ങളുടെ ടോട്ടൽ സാലറി 6,00,000 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നമുക്ക് കിട്ടേണ്ട സാധനമാണ്, നമുക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തരുന്ന ഒരു ഇളവാണ് 75,000 രൂപ സാലറിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അത് കുറച്ചാൽ 5,25,000. ഇതാണ് നിങ്ങളുടെ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഡ് ഇൻകം ആണ്. നമ്മൾ അതിൻ്റെ കൂടെ നമ്മളുടെ മറ്റ് ഇൻകങ്ങൾ കൂട്ടും. അതായത് ടാക്സബിൾ സാലറി 5,25,000, നമ്മളുടെ അതർ ഇൻകം 50,000, ഇൻട്രാഡേ പ്രോഫിറ്റ് എത്രയാണ്? 1,50,000. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7,25,000. എന്താണ്? 7,25,000. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ 7,25,000 നമ്മൾ നേരെ സ്ലാബിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് 3 നമ്മൾ പഠിച്ച ആ സ്ലാബിലേക്ക് കൊണ്ടുപോകുക. സ്ലാബിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ്? 0 to 4 lakh. ആദ്യത്തെ സ്ലാബിൽ നമ്മളൊന്നും കൊടുക്കണ്ട. കാരണം എന്താണ്? അപ് ടു 4 lakh ടാക്സിനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ അടയ്ക്കേണ്ട. നെക്സ്റ്റ് എന്താണ്? നമ്മളുടെ 7,15 ലക്ഷം രൂപയിൽ 7,25,000 രൂപയിൽ 4 ലക്ഷം പോയാൽ ബാക്കി ഉണ്ടാവുന്നത് 3,25,000 ആണ്. അത് അടുത്ത സ്ലാബിലേക്ക് വരും. അടുത്ത സ്ലാബ് ഏതാണ്? 4,01,000 to 8 ലക്ഷം വരെയുള്ള സ്ലാബ് എന്ന് പറയുന്നത് 5% ആണ്. ആ 5%ലേക്ക് നമ്മൾ വരും. അപ്പോൾ ആ സ്ലാബിൽ നമ്മൾ അടയ്ക്കേണ്ടത് എത്രയാണ്? 4 ലക്ഷത്തിൻ്റെ ബാക്കി എത്രയാണ്? 3,25,000. സിമ്പിളാണ് കാൽക്കുലേഷൻ. 7,25,000 ആണ് നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ട ഇൻകത്തിന് പുറമെ നമ്മൾ അടയ്ക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ 4 ലക്ഷം രൂപയ്ക്ക് നില്ലാണ്. 7 ലക്ഷത്തിൽ 4 ലക്ഷം പോയി കഴിഞ്ഞാൽ 7,25,000 4 ലക്ഷം പോയാൽ പിന്നെ 3,25,000 ആണ്. ആ 3,25,000 5% എന്ന് പറയുമ്പോൾ എന്താണ്? 5% എത്രയാണ്? 16,250. ഇതാണ് ആക്ച്വലി എന്ത്? നമ്മളുടെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. നമ്മളുടെ ടാക്സബിൾ അല്ലെങ്കിൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 16,250 ആണ്. ഇനി നമ്മൾ മറ്റേ കാര്യം ആലോചിക്കുക. എന്താണ്? 12 ലക്ഷം വരെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ടാക്സ് ഇല്ല. ഇത് 7,25,000 ഉള്ളൂ, ടാക്സ് ഇല്ല. കാരണം എന്താ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്? അതാണ് സ്റ്റെപ്പ് 4 പറയുന്നത് റിബേറ്റ്. ഓക്കെ, റിബേറ്റ് 60,000 രൂപ വരെ നമുക്ക് എന്തുണ്ട്? റിബേറ്റ് ഉണ്ട്. അതായത് 12 ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ, നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു 60,000 രൂപ റിബേറ്റ് കിട്ടും. അപ്പോൾ ആ റിബേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്? നമുക്ക് 16,000 രൂപ എന്തായിട്ട് കിട്ടും? 16,250 നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ഫൈനൽ ടാക്സ് പേയബിൾ എത്രയാണ്? ടാക്സ് ലെസ് റിബേറ്റ്. നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ട ഒരു സെനാരിയോ കൂടി നമുക്ക് നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കും നിങ്ങൾ, ഇത് കുറച്ചുകൂടി വലിയ കളിയാണ്. ഓക്കെ, നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഡീറ്റെയിൽസ് ആണ്. ഇൻകം ഡീറ്റെയിൽ ആണ്. നിങ്ങൾക്ക് സാലറി ആയിട്ട് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു കൊല്ലം വാർഷിക വരുമാനം നിങ്ങളത് 10 ലക്ഷം രൂപയാണ്. അതർ ഇൻകം ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും എല്ലാം കൂട്ടിയിട്ട് 50,000 രൂപ. അത് അത്ര തന്നെയുള്ളൂ. ഇൻട്രാഡേ പ്രോഫിറ്റ് ആയിട്ട് എത്രയാണുള്ളത്? 4 ലക്ഷം രൂപ. എത്രയാണ്? 4 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങൾക്ക് 3 സോഴ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്. സാലറിയിൽ നിന്ന് വാർഷിക വരുമാനം 10 ലക്ഷം രൂപയുണ്ട്. അതർ ഇൻകം ആയിട്ട് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വന്നിട്ടുണ്ട്? 50,000 രൂപ, 50K വന്നിട്ടുണ്ട്. ഇൻട്രാഡേ പ്രോഫിറ്റ്, ഇക്വിറ്റി ഇൻട്രാഡേ പ്രോഫിറ്റ് ആയിട്ട് 4 ലക്ഷം രൂപയുണ്ട്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടത് എന്താണ്? ടാക്സബിൾ സാലറിയാണ് അല്ലേ? ടാക്സബിൾ സാലറി എത്രയാണ്? സാലറി 10 ലക്ഷം രൂപ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 75,000 രൂപ. അപ്പോൾ നമ്മളുടെ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 9,25,000. അതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, കാരണം 10 ലക്ഷം രൂപ സാലറി, അതിന് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? 75,000. ആ 75,000 മൈനസ് ചെയ്താൽ 9,25,000 ആയിരിക്കും നമ്മളുടെ എന്ത്? ടാക്സബിൾ സാലറി. ഇനി എന്ത് ചെയ്യണം? ഈ ടാക്സബിൾ സാലറിയുടെ കൂടെ നമ്മളുടെ മറ്റ് ഇൻകം സോഴ്സുകൾ നമ്മൾ കൂട്ടും. എന്താണ് ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്? 9,25,000. അതിൻ്റെ കൂടെ നമ്മൾ 50,000 അതർ ഇൻകവും നമ്മളുടെ ഇൻട്രാഡേ പ്രോഫിറ്റ് ആയിട്ട് 4 ലക്ഷവും നമ്മൾ കൂട്ടും. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം വരുന്നത് എത്രയാണ്? 13,70,500. എത്രയാണ്? 13,70,500. അപ്പം തന്നെ നോക്കുക, 12 ലക്ഷത്തിൻ്റെ മുകളിൽ കയറി. അപ്പോൾ എന്തായാലും ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി ആ ടാക്സ് കാൽക്കുലേഷൻ നോക്ക് നിങ്ങൾ. നോക്കുക, ആദ്യത്തെ 4 ലക്ഷം, അതായത് 13,70,500 മൈൻഡിൽ വെച്ചോ. 13,70,500 രൂപ മൈൻഡിൽ വെച്ചോ. ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക്. രണ്ടാമത്തെ, ഞാനിവിടെ ഈ ഒരു ടേബിൾ വ്യക്തമായിട്ട് കൊടുത്തില്ല, മനസ്സിലാക്കണം നിങ്ങൾ. ഓരോ 4 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. രണ്ടാമത്തെ 4 ലക്ഷം രൂപയ്ക്ക് 5% വെച്ച് അടയ്ക്കണം. അപ്പോൾ എത്രയാണ്? 20,000. ഇനി നെക്സ്റ്റ് 4 ലക്ഷം രൂപയ്ക്ക് എത്രയാണ്? 10% വെച്ച് അടയ്ക്കണം. ഇനി വരുന്നത് എത്രയാണ്? അതായത് 4ഉം 4ഉം 8, 8ഉം 4ഉം 12, 12ഉം നെക്സ്റ്റ് വരുന്നത് 1,70,500. അതിന് നമ്മൾ എത്ര അടയ്ക്കണം? 15%. അപ്പോൾ എത്രയാണ്? 26,250. ഞാൻ ഇതൊന്നും കൂടി പറയാണ്. നമ്മളുടെ സ്ലാബ് എങ്ങനെയാണ് വരുന്നത്? 0 to 4 lakh നില്ല്. ഓക്കെ, 4 lakh to 8 lakh എത്രയാണ്? 5%. 8 lakh to എത്രയാണ്? 8 lakh to 12 lakh നമുക്ക് 10%. ഓക്കെ, 12 lakh to 16 lakh നമുക്ക് എത്രയാണ്? 15%. നമ്മളുടെ 13,70,500 ആദ്യത്തെ 4 ലക്ഷം ഇതിൽ പോയി, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. നെക്സ്റ്റ് 4 ലക്ഷം രൂപ നമുക്ക് ഇതിൽ പോയി. എത്രയാണ്? 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 20,000. നെക്സ്റ്റ് നമ്മളുടെ 4 ലക്ഷം രൂപ ഈ സ്ലാബിൽ പോയി. എത്രയാണ്? 10%. 4 ലക്ഷത്തിൻ്റെ 10% 40,000. ഇനി 4ഉം 4ഉം 8ഉം 4ഉം 12, 12 ലക്ഷം കഴിഞ്ഞാൽ ഇതിലിതാ ബാക്കി എത്ര ഉണ്ട്? 13,70,500 നിന്ന് 12 ലക്ഷം പോയാൽ 1,70,75,000 രൂപയല്ലേ ഉള്ളൂ. ആ 1,70,75,000 ഈ സ്ലാബിൽ എത്രയാണ്? 15% അടയ്ക്കേണ്ടത്. അപ്പോൾ 15% 26,250. ഓക്കെ, അപ്പോൾ ടാക്സബിൾ ഇൻകം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 3 അങ്ങ് കൂട്ടുക, എത്ര വരും? 86,250 നമ്മളുടെ ടാക്സബിൾ ഇൻകം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? റിബേറ്റ് കിട്ടൂല എന്നാണ്. റിബേറ്റ് കിട്ടണമെങ്കിൽ എന്താണ്? നമ്മളുടെ വാർഷിക വരുമാനം 12 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആവണം. ഇതെന്താണ്? വാർഷിക വരുമാനം 13 ലക്ഷം ഉണ്ട്. അപ്പം നമുക്ക് നോട്ട് അവൈലബിൾ, അതായത് നമുക്ക് റിബേറ്റ് കിട്ടൂല. റിബേറ്റ് കിട്ടൂലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ 86,250 നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന വ്യക്തികൾ ഫൈനൽ ടാക്സ് ലയബിലിറ്റി എങ്ങനെയായിരിക്കും? 4% സെസ് കൂടി വരും. അതായത് എന്താണ്? എഡ്യൂക്കേഷണൽ ആൻഡ് ഹെൽത്ത് സെസ് വരും. 86,250ൻ്റെ 4% എന്ന് പറയുമ്പോൾ എത്ര വരും? 3,450. അത് ഈ 3,450 ഇതിൻ്റെ കൂടെ ആഡായിട്ട് നമ്മളുടെ ടോട്ടബിൾ ടാക്സബിൾ എത്രയായിരിക്കും? ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 89,700 രൂപയായിരിക്കും. ഗോട്ട് ഇറ്റ്? മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമുക്ക് കാൽക്കുലേഷൻ വളരെയധികം സിംപ്ലിഫൈ ആയത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ 3 ഫൗണ്ടേഷൻ കോൺസെപ്റ്റും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് കാൽക്കുലേഷൻ പുട്ടുപോലെ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വിറ്റി ഇൻട്രാഡേ ടാക്സേഷൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഒന്നുമില്ല, ഇക്വിറ്റി ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് എത്രയാണോ പ്രോഫിറ്റ് വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് കൂട്ടും. ഓക്കെ, ആഡ് ചെയ്യും. എന്നിട്ടൊരു ടോട്ടൽ ഇൻകം കാണും. അത് നേരെ സ്ലാബിലേക്ക് ഇട്ടിട്ട് അതിലെങ്ങനെയാണ് വരുന്നത് അതനുസരിച്ച് നിങ്ങൾ ടാക്സ് പേ ചെയ്താൽ മാത്രം മതി. ഓക്കെ, 12 ലക്ഷത്തിൻ്റെ കുറവിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. കാരണം റിബേറ്റ് ഇൻക്ലൂഡ് ആയിട്ട് നിങ്ങൾ 0 ടാക്സബിൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ സാലറിയും ഇൻട്രാഡേ പ്രോഫിറ്റും അതർ സോഴ്സ് ഓഫ് ഇൻകംസും അല്ലെങ്കിൽ അതർ ഇൻകംസ് എല്ലാം കൂട്ടിയിട്ട് 13 ലക്ഷത്തിൻ്റെ മുകളിലേക്കാണെങ്കിൽ നിങ്ങൾ ആ ഒരു എമൗണ്ട്, അതായത് ടാക്സ് ലേബ് പ്രകാരം വരുന്ന ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് റിബേറ്റ് കിട്ടില്ല. അതുപോലെ 4% ടാക്സ് അടയ്ക്കേണ്ട വ്യക്തികൾ 4% സെസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും നമ്മളുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണക്കാക്കുന്നത്. ഗോട്ട് ഇറ്റ്? അതുപോലെ മനസ്സിലാക്കുക, ITR ഏതിലായിരിക്കും? ITR 3 ആക്ച്വലി നിങ്ങൾ ടാക്സ് ഫോം ഫില്ല് ചെയ്യേണ്ടത്. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ ഇൻട്രാഡേ ഇക്വിറ്റി
ടാക്സേഷൻ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമ്മൾ നോക്കുന്ന ഏതാണ് നമ്മളുടെ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂലാണ്. അതായത് ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹോൾഡിംഗ് ഷെയർസ് ഫോർ എ ഫ്യൂ ഡേയ്സ് ടു മന്ത് ആണ്. അതായത് നമ്മൾ ഫ്യൂ ഡേയ്സോ ഫ്യൂ മന്തോ, അതായത് ഒരു 1 ഇയറിൻ്റെ താഴെയാണ് നമ്മളുടെ ഹോൾഡിംഗ് പീരീഡ് വരുന്നത്. അതായത് നമ്മൾ ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ, അതായത് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതെല്ലാം 1 ഇയറിന് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. അതാണ് നമ്മളുടെ സ്വിംഗ് ട്രേഡിംഗ്. ഇനി ഇക്വിറ്റിയിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, എന്ത് പഠിച്ച്, 5 ഹെഡ്സ് ഓഫ് ഇൻകം. അതിൽ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന ആ ഒരു ഹെഡിലേക്കല്ല പോവുക. ഇൻട്രാഡേ പ്രോഫിറ്റ് ആണ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഹെഡിൽ സ്പെക്കുലേറ്റീവ് ഇൻകം കാറ്റഗറിയിലേക്ക് പോകുന്നത്. നമ്മളുടെ സ്വിംഗ് ട്രേഡിംഗ്, നിങ്ങൾ ഇക്വിറ്റിയിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് 1 ഇയറിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് ക്യാപിറ്റൽ ഗെയിനിലേക്കാണ് പോവുക, ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, അപ്പോൾ ഏത് ഹെഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് കിട്ടുന്ന ഇൻകം ക്യാപിറ്റൽ ഗെയിനിൽ. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അവിടെ വരുന്ന ടാക്സേഷൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ഇവിടെ സ്വിംഗ് ട്രേഡിംഗ് നമ്മളെന്താണ്, ഒരു കൊല്ലത്തിന് താഴെ, അതായത് ലെസ് ദാൻ 1 ഇയർ, നമ്മുടെ വാങ്ങലും വിൽക്കുന്ന ഒക്കെ ഫ്യൂ ഡേയ്സ് ഫ്യൂ മന്ത് ആണ്. അതുകൊണ്ട് 1 ഇയറിന് താഴെ ആയിരിക്കും അവിടെ ഹോൾഡിംഗ് പീരീഡും ട്രാൻസാക്ഷനും വരുന്നത്. അതുകൊണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൽ നമ്മളുടെ ഇൻകത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, സ്വിംഗ് ട്രേഡിംഗ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒരു കൊല്ലം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു കൊല്ലത്തിൽ ഓവറോൾ നിങ്ങൾ പ്രോഫിറ്റ് അല്ലാണെങ്കിൽ ആ ഇൻകം പോകുന്നത് ടാക്സിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നിട്ടുള്ള എന്ന ആ ഒരു ഹെഡിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നിട്ടുള്ള ആ ഒരു ഹെഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇൻകത്തിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ITR ഫോം ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക? നിങ്ങൾക്ക് ITR 3 ITR 2 യൂസ് ചെയ്യാം. ITR 3 എന്ന് പറയുമ്പോൾ എന്താണ്, ITR 3ലും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്, ITR 2ലും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്രൊഫഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ITR 2 എടുക്കാം. നിങ്ങൾക്ക് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ITR 3ലായിരിക്കും. അതായത് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ITR 3 ആയിരിക്കും വരിക. കാരണം എന്താ, കാരണം ഇക്വിറ്റി ഇൻട്രാഡേ എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ റെക്കോർഡഡ് ആയിരിക്കും. ഇനി നിങ്ങൾ ഒരു പ്രൊഫഷനോ ഒരു ബിസിനസ്സോ ഒന്നുമില്ല, നിങ്ങൾ നോർമൽ സാലറീഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾ ഇൻട്രാഡേ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ആകെ സ്വിംഗ് ട്രേഡിംഗ് ആ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ITR 2ലായിരിക്കും വരുന്നത്. നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ ക്യാപിറ്റൽ ഉണ്ട്, അല്ലെ സോറി സ്വിംഗ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ITR 2ലല്ല, നിങ്ങൾ ITR 3ലാണ്. കാരണം എന്താണ്, ഇൻട്രാഡേ എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് പ്രൊഫഷനാണ്, അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നിങ്ങൾ ITR 3 ആയിരിക്കും നിങ്ങളുടെ ഫോം വരുന്നത്. ഓക്കെ, അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, ITR 3യും ITR 2വും വരാം. ഓക്കെ, ഇനി ഇവിടേക്ക് നോക്കുക, ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് 20%. നിങ്ങൾ എത്രയാണോ ഒരു കൊല്ലം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ 20% നിങ്ങൾ അടയ്ക്കണം, നിങ്ങൾ അടച്ചേ പറ്റൂ. നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനം അത് എത്രയായിക്കോട്ടെ, അതിൻ്റെ 20% നിങ്ങൾ ടാക്സ് അടയ്ക്കണം. നിങ്ങൾ ITR 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ബിസിനസ് ഇൻകം പാടില്ല. ഓക്കെ, അത് കണ്ടോ, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇവിടെ അൺടിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ITR 3 തിരഞ്ഞെടുക്കുന്ന ആരായിരിക്കും, അവർ വിത്ത് ബിസിനസ് ഇൻകം, അവർക്ക് വേറൊരു ഇൻകം ഉണ്ടെങ്കിൽ അവർ എടുക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് തന്നെ ട്രീറ്റഡ് ആസ് എ സ്പെഷ്യൽ ഇൻകം, ഇതൊരു സ്പെഷ്യൽ ഇൻകം കാറ്റഗറിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ റിബേറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടൂല. ആ 60,000 രൂപ അത് നമുക്ക് കിട്ടൂല. കാരണം എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻകം കാറ്റഗറിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടൂല, നമുക്ക് റിബേറ്റ് അഡ്വാൻറ്റേജ് കിട്ടൂല. ഓക്കെ, റിബേറ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടില്ല. ഏതാണ്, 60,000 രൂപ. അതുപോലെ തന്നെ ഇത് സ്പെഷ്യൽ ഇൻകം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ ആയിരിക്കും. കാരണം നമ്മൾ ഇൻകത്തിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യൂല. ഓക്കെ, നമ്മൾ എത്രയാണോ സ്വിംഗ് ട്രേഡിംഗ് വെച്ച് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതിന് 20% ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാറ്റഗറിയാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻകം ആണ്. അതുകൊണ്ട് നമുക്ക് ആ റിബേറ്റ് അഡ്വാൻറ്റേജ് കിട്ടൂല, നിങ്ങൾക്ക് ആ റിബേറ്റ് അഡ്വാൻറ്റേജ് കിട്ടൂല. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോസ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 8 കൊല്ലം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡിംഗ്, ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഏത് ITR ഫോമാണ് ചെയ്യേണ്ടത്, പിന്നെ ടാക്സ് റേറ്റ് 20% ഫ്ലാറ്റ് ആണ്, ITR 2 ആര് യൂസ് ചെയ്യണം, ITR 3 ആര് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ റിബേറ്റ് അഡ്വാൻറ്റേജ്, അതായത് നമ്മൾ സ്ലാബിൽ താഴെ വരുന്ന റിബേറ്റ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടൂല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോസിന് ടാക്സ് അടയ്ക്കേണ്ട, പക്ഷെ അത് നമുക്ക് 8 കൊല്ലം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം, കാരണം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റും. ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് റിലേറ്റീവ് എക്സാമ്പിളിലേക്ക് പോവാം. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ടാക്സേഷൻ്റെ റിലേറ്റീവ് ടാക്സ് കാൽക്കുലേഷൻ എക്സാമ്പിളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇൻകം ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സാലറി ആയിട്ട് 3,50,000 രൂപയാണ് നിങ്ങൾക്കുള്ളത്. 3,50,000 ആണ് നിങ്ങളുടെ വാർഷിക വരുമാനം. അതുപോലെ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്തിട്ട്, നിങ്ങൾ സ്വിംഗ് ട്രേഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ഇൻട്രാഡേ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ആകെ സ്വിംഗ് ട്രേഡിങ്ങേ ചെയ്യുന്നുള്ളൂ. സ്വിംഗ് ട്രേഡിംഗ് ചെയ്തിട്ട് ആ കൊല്ലം നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ട്, 1,00,000 റുപ്പീസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതെന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കും കണക്കാക്കുക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്, 20% ഫ്ലാറ്റ് ആണ്. എത്രയാണ്, 20% ഫ്ലാറ്റ്. നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ 20%. അപ്പോൾ എല്ലാവരും വിചാരിക്കും 1,00,000ൻ്റെ 20%. അങ്ങനെയുമല്ല. ഓക്കെ, അങ്ങനെയുമല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരുന്നത്? ആദ്യം ഇൻകം ഡീറ്റെയിൽസ് 3,50,000 നമ്മളെ സാലറി ഉണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിലൂടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 1,00,000 റുപ്പീസും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ടാക്സബിൾ സാലറീസ്. അതായത് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട സാലറി, അതായത് സാലറി 3,50,000 ആണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാലറിയിൽ നിന്ന് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. എത്രയാ, 75,000. ആ 75,000 നമ്മൾ അങ്ങ് മൈനസ് ചെയ്തു. 3,50,000 നിന്ന് 75,000 മൈനസ് ചെയ്താൽ ടാക്സബിൾ സാലറി വരുന്നത് എത്രയാണ്, 2,70,75,000 അല്ലേ? അതാണ് ടാക്സബിൾ സാലറി. ഇനി നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് വരുമ്പം അൺഎക്സോസ്റ്റഡ് ഡിപ്രീസിയേഷൻ. ഇതെന്താ സംഭവം? ഇത് കേൾക്കുമ്പം ഭയങ്കര എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ സിമ്പിളാണ്. എന്താ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വിംഗ് ട്രേഡിങ്ങിലൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ ഗെയിൻ എന്നതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്നതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻകം ആണ്. ഓക്കെ, സ്പെഷ്യൽ ഇൻകം ആണ്. സ്പെഷ്യൽ ഇൻകംസിന് റിബേറ്റ് കൊടുക്കൂല. അതായത് ടാക്സ് ലാബിൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ടിന് ഇളവും ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, റിബേറ്റ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അപ് ടു 4,00,000 റുപ്പീസ് എന്ന് പറയുന്നത് നോക്കൂ, നില്ലാണ്. കണ്ടോ, അപ് ടു 4,00,000 നില്ലാണ്. ഇനി കൂടുകയാണെങ്കിൽ നമ്മൾ ഈ റേറ്റിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ശ്രദ്ധിച്ചു കേട്ടോ, ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് 2,75,000 ആണ്. നമുക്ക് എക്സംഷൻ ഏത് വരെ ഉണ്ട്, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട വരേണ്ടത് എത്രയാണ്, 4,00,000 രൂപ വരെ. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ബാലൻസ് ഉള്ള എമൗണ്ട്, ടാക്സ് അടയ്ക്കാത്ത, ടാക്സ് 0% ആയിട്ടുള്ള ആ സ്ലാബിൽ എനിക്ക് ഇനി ബാക്കി എത്ര പൈസ ഉണ്ട്, അതായത് 4,00,000 ഡിവൈഡഡ് ബൈ 2,70,75,000. അത് ഞാൻ മൈനസ് ചെയ്താൽ അൺഎക്സോസ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1,25,000 ആണ്. ഓക്കെ, 1,25,000. അപ്പം എൻ്റെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,00,000 ആണ്. അപ്പോൾ 1,25,000 കുറവാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ്, കാൽക്കുലേറ്റ് ടാക്സ് ആസ് പെർ സ്ലാബ് വരെ നോക്കുകയാണെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. എൻ്റെ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 0 ആണ്. അതായത് സിമ്പിളായിട്ട് കേട്ടോ, എൻ്റെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്, ടാക്സ് അടയ്ക്കേണ്ട സാലറി എന്ന് പറയുന്നത് 2,75,000 ആണ്. എൻ്റെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, 1,00,000 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4,00,000ൻ്റെ താഴെ ആവുന്നുള്ളൂ. അതായത് 3,75,000 ആവുന്നുള്ളൂ. 3,75,000 ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഈ ഒരു ടാക്സ് അടയ്ക്കാത്ത ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അടയ്ക്കേണ്ടി വരുന്ന ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ സാലറി 3,50,000 രൂപ തന്നെയാണെന്ന് വിചാരിച്ചോ. അതായത് 3,50,000 രൂപ തന്നെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്ത് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ക്രിയേറ്റ് ആയി. അതായത് 2,25,000 രൂപ. നിങ്ങൾക്ക് അതർ ഇൻകം ആയിട്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണ്, അതർ ഇൻകം 0 തന്നെയാണ്. ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് അതർ ഇൻകം 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താ കണ്ടത്, കാൽക്കുലേറ്റ് ടാക്സബിൾ സാലറിയാണ്. അപ്പോൾ നമ്മുടെ സാലറി എന്ന് പറയുന്നത് 3,50,000 ആണ്. അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 75,000 മൈനസ് ചെയ്താൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2,75,000 രൂപയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ടുള്ള നമ്മളുടെ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, അൺഎക്സോസ്റ്റഡ് ഡിപ്രീസിയേഷൻ. നമുക്ക് ബാക്കിയുള്ള എന്ത് കാണണം, ബാക്കിയുള്ള എമൗണ്ട് കാണണം. ഏത്, നമ്മളുടെ സ്ലാബിൻ്റെ. അതായത് ഫസ്റ്റ് സ്ലാബ് നോക്കൂ, അപ് ടു 4,00,000 നമുക്ക് എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, 4,00,000 നിന്ന് നമ്മളുടെ ഈ ടാക്സബിൾ സാലറി 2,75,000 മൈനസ് ചെയ്താൽ 1,25,000 രൂപയാണ് നമുക്ക് എന്താണ്
ടാക്സ് അടയ്ക്കാതെ വരുന്ന സ്ലാബിൽ വരുന്നത്. അപ്പോൾ എത്രയാണ് നമ്മളുടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 2,25,000 രൂപയാണ് ആക്ച്വലി നമുക്ക് എന്ത് വരുന്നത്? സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. നമുക്കിതാ ഫസ്റ്റ് സ്ലാബ് കണ്ടോ നിങ്ങൾ? ഇതിലാകെ വരുന്നത് എത്രയാണ്? നമ്മളുടെ ടാക്സബിൾ സാലറി 2,75,000 രൂപയാണ്. ഓക്കെ, 75,000, 2,75,000 ആണ്. അതിൽ ബാക്കി എത്ര ഉണ്ട്? 1,25,000 ഇനി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ 2,75,000 ഇവിടേക്ക് 1,00,000 പോകും. 1,25,000 പോകും. ഇനി നമുക്ക് ആകെ വേണ്ടി വരുന്നത് ആ ഒരു 1,00,000 റുപ്പീസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 1,00,000ൻ്റെ 20% കൊടുത്താൽ മതി. ഓക്കെ, അതായത് 1,00,000 ഇൻറ്റു 20% എന്ന് പറയുന്നത് 20,000 രൂപയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്പെഷ്യൽ റിബേറ്റ് കിട്ടില്ല. അതായത് ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയാണെങ്കിൽ എന്താണ്? 20,000ൻ്റെ കൂടെ ആ ഒരു 4% എഡ്യൂക്കേഷണൽ സെസ് അല്ലെങ്കിൽ ഹെൽത്ത് സെസ് നമ്മൾ അടയ്ക്കുന്നു. 20,000ൻ്റെ കൂടെ 800 കൂട്ടി 20,800 രൂപ നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റൂ. ഓക്കെ, 20,800 നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഇൻട്രാഡേയിൽ എങ്ങനെയാണ്? നമ്മളുടെ ഇൻകത്തിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ട് സ്ലാബ് റേറ്റ് നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ നോക്കുമ്പോൾ അത് സ്പെഷ്യൽ ഇൻകം ആണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് കാൽക്കുലേഷനാണ് വേണ്ടത്. ഇവിടെ നമ്മളുടെ 3,50,000 നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 70,000 കുറച്ചിട്ട് ടാക്സബിൾ സാലറി 2,70,000 നമുക്ക് കിട്ടി. ഇനി എന്താ നോക്കേണ്ടത്? ഈ 2 നമുക്ക് 4,00,000 രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഈ 4,00,000 ഈ 2,70,000 വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. എത്ര ഉണ്ടാവും? 1,25,000 രൂപ ഇനി നമുക്ക് ബാലൻസാണ്. ആ ബാലൻസിലേക്ക് നമ്മളുടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്വിംഗ് ട്രേഡിങ് വരുന്നത് ആകെ 1,00,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ആ 1,00,000 റുപ്പീസിൻ്റെ 20% നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, ആ 20% നമ്മൾ പേ ചെയ്താൽ മതി. ആ 20,000ൻ്റെ കൂടെ 4% എന്ത് കൂട്ടണം? സെസ് കൂട്ടണം. അതായത് എഡ്യൂക്കേഷണൽ ഹെൽത്ത് സെസ് നമ്മൾ കൂട്ടണം. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മളുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 20,000 പ്ലസ് 800 20,800 പ്ലസ് 800 20,800 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇക്വിറ്റി എന്ന് പറയുന്നത്, ഇക്വിറ്റി ഇൻട്രാഡേ എന്ന് പറയുന്നത് അത് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഹെഡിൽ വരുന്നതാണ്. അതൊരു സ്പെക്യുലേറ്റീവ് ഇൻകം ആണ്. പക്ഷേ നിങ്ങൾ ആ ഇക്വിറ്റി തന്നെ നമ്മളൊന്ന് മാറി സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിനാണ്. ക്യാപിറ്റൽ ഗെയിനിന് ന്യൂ ടാക്സ് റെജീം പ്രകാരം 20% എന്ത് ചെയ്യണം? ഫ്ലാറ്റ് ആയിട്ട് ടാക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ സാലറിയും എല്ലാം കൂടി കൂട്ടി, നിങ്ങളുടെ സാലറി, നിങ്ങളുടെ സ്വിംഗ് ട്രേഡിംഗ് പ്രോഫിറ്റ് എല്ലാം കൂടി കൂട്ടി 4,00,000 കുറവാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. 4,00,000 മുകളിൽ വരികയാണെങ്കിൽ ആ മുകളിൽ വരുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ 20% നിങ്ങൾ അടച്ചേ പറ്റൂ. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ ഇൻട്രാഡേ ഇക്വിറ്റി ടാക്സേഷൻ പറഞ്ഞു, സ്വിംഗ് ട്രേഡിംഗ് ഇക്വിറ്റി ടാക്സേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇക്വിറ്റി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് ലോങ് ടേം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്, അത് റിലേറ്റഡ് ആയിട്ടാണ് ഇനി നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ടേം ഇക്വിറ്റി ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ മോർ ദാൻ 1 ഇയർ ഹോൾഡ് ചെയ്ത ആ ഒരു ഇക്വിറ്റി നമ്മൾ പ്രോഫിറ്റിൽ നമ്മൾ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ഇക്വിറ്റി പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു പ്രോഫിറ്റോട് കൂടിയാണെങ്കിൽ. അങ്ങനെ ഉണ്ടാകുന്ന സെനാരിയോ, അതായത് അത് നമ്മൾ ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് ആവാം, നമ്മൾ ഹോൾഡ് ചെയ്ത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാവാം, ഇതൊക്കെ നമ്മൾ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്തിൻ്റെ അണ്ടറിലാണ്? ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ തന്നെയാണ്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ്റെ ആ ഒരു ഹെഡ് ഓഫ് ഇൻകത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് ഇക്വിറ്റി ഡെലിവറി ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇക്വിറ്റി ഡെലിവറിയാണ്. അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടറിലായിരിക്കും വരുന്നത്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ക്യാപിറ്റൽ ഗെയിൻസ് 2 രീതിയിലുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിനുള്ളതാണ്. എന്താണ്? സ്വിംഗ് ട്രേഡിങ്ങിനുള്ളതാണ്. ഇതുപോലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് മോർ ദാൻ 1 ഇയർ വരുന്നതൊക്കെ എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലെസ് ദാൻ 1 ഇയർ എന്താണ്? അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇനി ITR ഫോം ഏതാണ്? ക്യാപിറ്റൽ ഗെയിൻ തന്നെ. നിങ്ങൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ITR 3. നിങ്ങൾക്ക് ബിസിനസ് ഒന്നുമില്ല, നിങ്ങൾക്ക് വെറും ക്യാപിറ്റൽ ഗെയിൻ, ഈ ഒരു ലോങ് ടേം എന്ന് വന്നിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ITR 2. ഇനി ഇവിടെ നോക്കൂ, ടാക്സ് റേറ്റ് എന്താണ്? ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 12.5 ആണ്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 12.5 ആണ്. അതെന്താണ്? നമ്മളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ മുകളിലേക്ക്, അതായത് 4,00,000 മുകളിലേക്കാണ് മൊത്തം കൂട്ടിയിട്ട് വരുന്നതെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി
ITR ഫോം 2, ITR 2 എന്താണ്? നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഉണ്ടെങ്കിലോ അത് ITR 3യിലായിരിക്കും. ചില ആളുകൾക്ക് എന്തായിരിക്കും, സ്വിംഗ് ട്രേഡ് അവർ ചെയ്യുന്നതായിരിക്കും. സ്വിംഗ് ട്രേഡ് അല്ല, അവർ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ ഇൻട്രാഡേ ചെയ്യുന്നെങ്കിൽ അവർക്ക് ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ അവർക്ക് ഇൻകം വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരേതാണ് ITR 3 ആയിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ITR 1 ഉണ്ട്, ITR 2 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സംഷൻ നമുക്കുണ്ട്. അതായത് നമുക്ക് ലോങ് ടേം ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി എടുത്ത് മോർ ദാൻ 1 ഇയറിൽ വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ആദ്യത്തെ 1.25 ലാക്ക് എക്സംഷൻ ഉണ്ട്. അതായത് നമ്മൾ സാലറിയിൽ നിന്ന് ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് 75,000 മൈനസ് ചെയ്യില്ലേ, അതേപോലെ നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന പ്രോഫിറ്റിൽ നിന്ന് 1.25 ലാക്ക് ഒരു എക്സംഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻ, ഇതെന്തിൻ്റെ അണ്ടറിലാണ്? ക്യാപിറ്റൽ ഗെയിനിൻ്റെ അണ്ടറിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെയും റിബേറ്റ് കിട്ടില്ല, അതായത് നമുക്ക് ആ ഒരു ഇളവ് കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ലോസ് എന്താണ്? അത് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ലോസ് ആണല്ലോ. പക്ഷെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാം, 8 കൊല്ലം വരെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് സെറ്റ് ഓഫും ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോങ് ടേം ഇക്വിറ്റി ടാക്സേഷൻ എങ്ങനെയാണ്? സിമ്പിളാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൻ്റെ ഇടയിലാണ് വരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും ITR 3 ITR 2 എടുക്കാം. ഓക്കെ, അത് നമ്മളുടെ ആ ഒരു ഇൻകം സോഴ്സ് അനുസരിച്ചിട്ട്. ഇനി ടാക്സ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ 12.5% നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സംഷൻ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുണ്ട്. എന്താണ്? ആദ്യത്തെ 1.25 ലാക്ക് എക്സംഷനാണ്. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഈ ഒരു ഇതിൽ ലോസ് വരികയാണെങ്കിൽ എന്താണ്? അത് ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ അത് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇൻകം ഡീറ്റെയിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം എടുത്താൽ മതി. വേറെ സാലറിയോ അതർ ഇൻകം ഒന്നുമില്ല. 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ 3 ലക്ഷം രൂപ നിങ്ങൾ പണ്ടെങ്ങാനും വാങ്ങി വെച്ചൊരു മ്യൂച്വൽ ഫണ്ട് ഒരുപാട് കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള 3 ലാക്ക് റുപ്പീസ് പ്രോഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങി ആ സ്റ്റോക്കുകളെല്ലാം ഒരു 3, 4, 5, 6, 7, 8 കൊല്ലത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്ത് അത് വിറ്റ് കിട്ടിയ പ്രോഫിറ്റോ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കൊരു 3 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി. അതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൻ്റെ ഉള്ളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കും അതെന്ത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 3 ലക്ഷം രൂപ. കാരണം എന്താണ്? വേറെ സാലറിയും കാര്യമൊന്നുമില്ല, ആകെ 3 ലക്ഷം രൂപ. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1.25 ലാക്ക് ഒരു എക്സംഷൻ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് 1,25,000 റുപ്പീസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ എത്ര കിട്ടും? 1,75,000 രൂപ. ആ 1,75,000 രൂപയുടെ 12% ടാക്സ് അടച്ചേക്ക്. 1,75,000 രൂപയുടെ 12% എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 21,875 ആണ്. ഇത് ടാക്സബിൾ ഇൻകം ആണ്. നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആളാണെങ്കിൽ ആ ടാക്സബിൾ അമൗണ്ടിൻ്റെ കൂടെ ഫൈനൽ ടാക്സ് പേയബിളിൻ്റെ കൂടെ ഒരു 4% സെസ് കൂടി അടയ്ക്കും. 21,875ൻ്റെ 4% എന്ന് പറയുമ്പോൾ 875. ഈ 875 21,875 കൂടെ ആഡ് ആയാൽ ടോട്ടൽ ടാക്സബിൾ എത്രയായിരിക്കും? 22,750 ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതും ഒരു സ്പെഷ്യൽ ഇൻകം ആണ്. അതുകൊണ്ട് നമുക്ക് ടാക്സ് ലാബിൽ നമുക്ക് എന്താണ് ഡിഡക്ഷൻസും കാര്യങ്ങളും നമുക്ക് ആ ഒരു റിബേറ്റ് നമുക്ക് കിട്ടില്ല. കാരണം എന്താണ്? ഇതൊരു സ്പെഷ്യൽ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 12.5% ആക്ച്വലി ഇതിൻ്റെ ടാക്സ് റേറ്റ്. അതുപോലെ ഇതിലെന്താണ്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് 1.25 ലാക്ക് ഒരു എക്സംഷൻ കിട്ടുന്നുണ്ട്. ആ എക്സംഷൻ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതായിരിക്കും നമ്മളെ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരികയാണ്. ഓക്കെ, ഇവിടെ ഇൻകം ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഞാൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 3 ലാക്ക് മാത്രമാണ് എഴുതിയത്. ഓക്കെ, എന്നാൽ ഇവിടെ സാലറിയും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ സാലറി വരുന്നുണ്ട്. സാലറി എത്രയാണ്? 3 ലാക്ക് റുപ്പീസാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. എന്ത്? സാലറി 3 ലാക്ക്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 3 ലാക്ക്. ഇപ്പോൾ ടോട്ടൽ എത്ര? 6 ലാക്കായി. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 ഇതൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
അങ്ങനെ നമ്മൾ നമ്മളുടെ 3 ടാക്സേഷൻസും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു മനസ്സിലാക്കി. ഇനി നമ്മൾ ലാസ്റ്റിലേക്ക് എന്താ ചെയ്യുന്നത്? ഈ 3ഉം നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 3ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, ബ്ലാങ്ക് പേപ്പറും ഒരു പെന്നും മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇക്വിറ്റി ഇൻട്രാഡേ. ഇതെന്താണ്? ഇക്വിറ്റി ഇൻട്രാഡേ ആണ്. ഓക്കെ. ഇക്വിറ്റി ഇൻട്രാഡേ. ഇത് ഇക്വിറ്റി എന്താണ്? ഇക്വിറ്റി സ്വിംഗ് ആണ്. ഓക്കെ. ഇക്വിറ്റി സ്വിംഗ് ആണ്. ഓക്കെ. ഇതെന്താണ്? ഇക്വിറ്റി ലോങ് ടേം. ഓക്കെ. ലോങ് ടേം. ഓക്കെ. ഇക്വിറ്റി ഇൻട്രാഡേ, ഇക്വിറ്റി സ്വിംഗ്, ഇക്വിറ്റി ലോങ്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഇത് ഏത് ഹെഡിൻ്റെ ഉള്ളിലാണ് വരുന്നതെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വിറ്റി ഏതാണ്? ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിലാണ് വരുന്നത്. നമ്മളുടെ ഇക്വിറ്റി നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് നമുക്ക് വരുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിലാണ്. ലോങ് ടേമും എങ്ങനെയാണ്? നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ്റെ ഉള്ളിലാണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ബിസിനസ് ആൻഡ് പ്രൊഫഷണലാണ് ഇക്വിറ്റി ഇൻട്രാഡേ. ഇതെന്താണ്? ഇതൊരു സ്പെക്യുലേറ്റീവ് ഇൻകമാണ്. സ്പെക്യുലേറ്റീവ് ഇൻകമാണ്. ഇനി നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് ഏതാണ്? ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ഉള്ളിലാണ്. ഓക്കെ. ഇക്വിറ്റി ലോങ് ടേം ഏതാണ് നമുക്ക് വരുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ഉള്ളിലാണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രാഡേ, നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് ദർ ഈസ് നോ ഫിക്സഡ് റേറ്റ് ഇല്ല. കാരണം എന്താണ്? അത് നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് അത് സ്ലാബ് റേറ്റിൽ നമുക്ക് ടാക്സ് പേ ചെയ്താൽ മതി. ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ എന്താണ്? ഇക്വിറ്റി സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് 20% നമ്മൾ നോക്കണം. അതായത് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? നമ്മളുടെ എക്സംഷൻ ലിമിറ്റ് ഏതാണ്? 0 to 4 lakh ആണ്. ആ 4 lakhന് മുകളിലേക്ക് വരുന്നത് നമ്മൾ 20% നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ഒരു സ്പെഷ്യൽ ഇൻകം ആയതുകൊണ്ട് തന്നെ അതിന് റിബേറ്റ് കിട്ടില്ല. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് റിബേറ്റ് കിട്ടും. എന്നാൽ ഇക്വിറ്റി സ്വിങ്ങിനും ഇക്വിറ്റി ലോങ്ങും നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിബേറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി സ്വിംഗ് ടാക്സേഷന് നമുക്ക് 20% ഫ്ലാറ്റ് ആയിരിക്കും ടാക്സ്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്? ലോങ് ടേമിന് അവിടെ 12.5% ആയിരിക്കും ആക്ച്വലി എന്ത് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് എന്തുണ്ടാകും? ഇതിന് എക്സംഷൻ ഉണ്ട്. 1.25 lakh എക്സംഷൻ ഉണ്ട്. എന്തിന്? ഇക്വിറ്റി ലോങ് ടേമിന്. ഓക്കെ. നെക്സ്റ്റ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണത് എങ്ങനെയാണ്? ഇവിടെ 4 കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് 8 years വരെ നമുക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ്? ലോങ്ങിന് ഇവിടെയും നമുക്ക് 8 year വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഇതാണ് നമ്മളുടെ ഓവറോൾ ഇക്വിറ്റി ടാക്സേഷൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മുടെ ഫിനെക്സ് വൺ കൺസൾട്ടൻസിയുടെ കാര്യം നിങ്ങൾ മറക്കണ്ട. ITR ഫയലിംഗ്, GST ഫയലിംഗ്, ടാക്സ് എൻക്വയറീസ് തുടങ്ങിയ സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ തീർച്ചയായും അവരെ ബന്ധപ്പെടുക. എക്സലൻറ്റ് സർവീസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നത് എൻ്റെ ഗ്യാരണ്ടിയാണ്. കൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് അവരുമായിട്ട് വാട്സപ്പ് ത്രൂ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാം. പ്രോപ്പറായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മളുടെ സെഷൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ പാർട്ട് 1 ഇക്വിറ്റി ടാക്സേഷൻ നിങ്ങൾക്ക് പ്രോപ്പറായി വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന വിശ്വാസത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. വീഡിയോ ഇതുവരെ കണ്ടിരുന്നവരോടായിട്ട് മാത്രം പറയട്ടെ. താങ്ക് യു.